പ്ലസ് ടുയുടെ ക്ലാസ് തുടങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ, ഏകദേശം ഒരു മാസം കംപ്ലീറ്റ് ചെയ്യാറായി. ലിബാൻ സാറാണ് അക്കൗണ്ടൻസിയിലെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും തീർത്താൽ ഞാൻ ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ ആദ്യമായിട്ട് എടുത്തുന്ന അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ് ആയിരിക്കും. ഈ ഒരു ചാപ്റ്ററിന് ചെറിയൊരു ഔട്ട്ലുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവട്ടെ, കണ്ടന്റ് ബേസ് ചെയ്തിട്ടാവട്ടെ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ചാപ്റ്റർ ഏതാണെന്ന് ആര് ചോദിച്ചാലും ഞാൻ പറയും ഈ ഒരു ചാപ്റ്റർ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലാണ്. എന്താ പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പിൻ്റെ സവിശേഷത എന്താണ്, ഒരൊറ്റ വ്യക്തി നടത്തുന്ന ബിസിനസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വ്യക്തികൾ ഉണ്ടാകും. സോ അതിന് പ്രത്യേക സവിശേഷത ഉണ്ടാകും. ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനി വ്യത്യസ്തമായ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തകൾ എവിടെ ഉണ്ടാകും, പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാകും. സോ ഈ ഒരു ഡിഫറൻസുകൾ അഥവാ ഈ ഒരു സവിശേഷത എന്ത് ചെയ്യും നമ്മൾ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യും പഠിക്കും. അത് മിക്കവാറും 1-2 മാർക്ക് എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കാറുണ്ട്. രണ്ടാമത്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. എന്താ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് നിയമങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. അഥവാ ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സാലറി വോണ്ട് ബി അലൗഡ്, അതൊക്കെ പഠിച്ചിട്ടല്ലേ. സോ ആ കാര്യങ്ങളാണ് രണ്ടാമത്തത്. ഇതും മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന അഥവാ 1-2 മാർക്കെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അഥവാ പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ആക്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയാണ് ഏറ്റവും പരമപ്രധാനപ്പെട്ട നമ്മുടെ പ്രോബ്ലംസ്. അതിലെ ക്യാപിറ്റൽ അക്കൗണ്ട് അഥവാ ഓരോ പാർട്ട്ണർഷിപ്പിൽ വ്യത്യസ്തമായ പാർട്ട്നേഴ്സ് ഉണ്ടാവില്ലേ. ഒരാളാണെങ്കിൽ പാർട്ട്ണർഷിപ്പാണോ? അല്ല, ഒന്നിലധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ 2 അതിലധികമോ പാർട്ട്നേഴ്സ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകും. ഈ ഓരോ പാർട്ട്ണറും ബിസിനസ്സിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് പ്രോഫിറ്റ് കിട്ടും, ചിലപ്പോൾ ലോസ് ആയിരിക്കും, അവർ ബിസിനസ്സിന് പൈസ പിൻവലിക്കും. അങ്ങനെ പല പല ഇടപാടുകൾ ബിസിനസ്സുമായി നടത്തില്ലേ. സാലറി ഉണ്ടാകും, ഇൻട്രസ്റ്റ് ഒക്കെ അയാൾക്ക് ഉണ്ടാകും അല്ലേ. സോ ആ ട്രാൻസാക്ഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ലേ. ഈ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, അടുത്ത ഇനിയുള്ള ഫുൾ പ്ലസ് ടുവിൻ്റെ അക്കൗണ്ടിങ്ങിലെ എല്ലാ ചാപ്റ്റേഴ്സിനും, പാർട്ട്ണർഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ടോ? അതങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ട് ഉള്ള 2-3 ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യാറുണ്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്തെങ്കിലും പഠിക്കണം. ഈവൻ രണ്ടിൻ്റെയും ഡിഫറൻസ് AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും നമ്മൾ കാണാറുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഈ കഴിഞ്ഞ ഫൈനൽ എക്സാമിനും അതിന് മുന്നത്തെ ഫൈനൽ എക്സാമിനും ഒക്കെ എക്സാമിന് ചോദിച്ചതാണ്. SA ക്വസ്റ്റ്യൻ ആക്കി ഒന്നെങ്കിൽ 6 മാർക്ക് ചോദിക്കും, അല്ലെങ്കിൽ 3 മാർക്കിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? ഒരു പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ഉണ്ടാവില്ലേ. ഈ പ്രോഫിറ്റ് ഒരു പാർട്ട്ണർ പറയാം, ഇത് മുഴുവൻ എനിക്ക് വേണം, കൊടുക്കാൻ പറ്റൂല. 1-2 അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടാകും. ഈ പ്രോഫിറ്റ് എങ്ങനെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഈ പ്രോഫിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി തുടങ്ങിയ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതോടുകൂടി തീരുന്നില്ല, ഇനിയുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. ഇതും 2 മാർക്കൊക്കെ സാധാരണ ഫൈനൽ എക്സാമിൽ വരുന്ന ഒരു ചോദ്യമാണ്. സോ അതും അത്യാവശ്യം ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ്, അതുപോലെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാം? നിങ്ങളുടെ എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ ഇതാ ചോദിക്കാം. കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ഇതേ ചോദ്യം അഥവാ ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. എന്താ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവില്ലേ, അതിൽ ഒരു പാർട്ട്ണർക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം, നിനക്ക് എന്തായാലും ഇത്ര രൂപ ലാഭം കിട്ടുന്നു. സോ നമ്മുടെ ബിസിനസ് ആ ഒരു ലെവലിൽ ലാഭം ലഭിച്ചിട്ടില്ലെങ്കിൽ, പ്രോഫിറ്റ് ലഭിച്ചില്ലെങ്കിൽ ഇയാൾക്ക് ഓൾറെഡി നമ്മൾ ഗ്യാരണ്ടി കൊടുത്തല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ എത്രയാണോ ഇയാൾക്ക് ഷോർട്ടേജ് ഉള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളോട് 50,000 നിനക്ക് പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞു, പക്ഷേ ആൾക്ക് ആകെ 30,000 പ്രോഫിറ്റ് കിട്ടിയുള്ളൂ. അപ്പോൾ ബാക്കി 20,000 എന്ത് ചെയ്യും? അത് ബാക്കി പാർട്ട്നേഴ്സ് കൊടുക്കണം. സോ അതിനാണ് എന്താ പറയുക, ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന് പറയുക. സോ അതിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ചാനൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ ഈ വർഷം ബുക്സ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ആ പണ്ടത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഇപ്പം ചെയ്യണം. അതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുക പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഇതിലെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ഇനിയുള്ള വരും ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ആ ഒരു അപ്രോപ്രിയേഷൻസ് അഥവാ എങ്ങനെ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതും വരും ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഈ ചാപ്റ്ററാണ് ബേസ്. മോർ ഓവർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒരു 6 to 10 മാർക്സ് വരെ എക്സാമിന് എന്ത് ചെയ്യും ചോദിക്കും. അപ്പോൾ നല്ല വൃത്തിയായി നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിച്ചു പോയാൽ എന്ത് ചെയ്യും വളരെ സെറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. ഓണം എക്സാമിൽ ഏറ്റവും കൂടുതൽ എക്സാമിൽ വരുന്നത് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അഡ്മിഷൻ ചാപ്റ്റർ അഥവാ രണ്ടാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ഗുഡ് വിൽ വരെയുള്ള പോർഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും അതിലും കൂടുതൽ നമ്മുടെ ഓണം എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇപ്പോഴേ നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ അതിന് കൂടെ കാറ്റലിസ്റ്റ് ഉണ്ടാകും. അടിപൊളിയാക്കട്ടെ.